പ്രിയമുള്ള പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ പ്രേക്ഷകർക്കും നവവത്സര ആശംസകൾ നേരുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് 2025 എൻ്റെ ആദ്യത്തെ ഷൂട്ട് ദിനമാണ് ഇന്ന്. ഞാൻ കുറേ നാളായി ചെയ്തു വരുന്ന സൂര്യ TV അവതരിപ്പിക്കുന്ന ഹൃദയം എന്ന സീരിയലിലെ മർമ്മം വേലായുധൻ എന്ന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ട് ഇന്നും പിന്നെ ഇനി അടുത്ത അനുബന്ധമായ ദിവസങ്ങളിലുമുണ്ട്. എന്തായാലും 2025 എൻ്റെ ആദ്യത്തെ വർക്ക് അത് ഇപ്പോൾ അതാ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു സീനും കഴിഞ്ഞ് ഇനി 2 സീൻ കൂടെ ബാക്കിയുണ്ട്. അതിനു വേണ്ടിയുള്ള ഇരിപ്പാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ ഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമ സമയമാണ്. അപ്പോൾ തോന്നി ഒരു എൻ്റെ പ്രേക്ഷകരെ എൻ്റെ ഈ ഒരു കാര്യം അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്കാരണം കൊണ്ടാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, ഹൃദയം സീരിയൽ സൂര്യ TVയിലാണ് എന്നും രാത്രി 9:30-ക്കാണ് കാണുക. ഇടയ്ക്ക് പുറക്കൊക്കെ ഞാൻ വരും. ഒരു മർമ്മം വേലായുധൻ എന്ന ഒരു ക്യാരക്ടറായി ഞാൻ വരുന്നുണ്ട്. അത് കാണണം. പിന്നെ വേറെ 2 വർക്കുകൾ കൂടെ എനിക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അത് ഒരെണ്ണം വന്നിട്ട് നിങ്ങൾക്കറിയാം, കുടുംബശ്രീ ശാരദയിലെ കൃഷ്ണൻകുട്ടി അമ്മാവൻ. കുടുംബശ്രീ ശാരദ ഇപ്പോൾ 1000 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു 500 എപ്പിസോഡുകൾക്ക് ശേഷം 600 എപ്പിസോഡുകൾക്ക് ശേഷം എൻ്റെ കഥാപാത്രം അതിനകത്ത് വരുന്നില്ല. എൻ്റേത് മാത്രമല്ല, ഞങ്ങളുടെ ഒരു പോർഷൻ തന്നെ അതിൽ നിന്ന് ഒരു സെക്ഷൻ തന്നെ കഥയ്ക്ക് വേണ്ടി മാറ്റിയതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. എന്നാലും നിലവിലുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒരു ദിവസം വിളിച്ചിരുന്നു കുടുംബശ്രീ ശാരദയ്ക്ക്. അങ്ങനെ ഞാൻ പോയി. ഞാനും എൻ്റെ കൂടെ പെയറായിട്ടുണ്ടായിരുന്ന ബീന സുനിലും കൂടെ പോയി അഭിനയിച്ചു. ഒരു 5-6 ദിവസത്തെ വർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ ഇപ്പോൾ അങ്ങനെ കുടുംബശ്രീ ശാരദ നിൽക്കുന്നു. ക്യാരക്ടർ പൂർണ്ണമായും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ല. ജനാർദ്ദനൻ സാറാണ് അതിൻ്റെ ഒരു സംവിധായകൻ. പിന്നെ അതിൻ്റെ എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയപ്പെടുന്നത് പിന്നെ KK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം പിന്നെ ചന്ദനമഴയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഒരു മിടുക്കനായ ഒരു സംവിധായകൻ കൂടെയാണ്. അപ്പോൾ അങ്ങനെ 1000 എപ്പിസോഡ് പിന്നിട്ട് നിൽക്കുന്ന കുടുംബശ്രീ ശാരദയിൽ ഞാൻ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല, ഉണ്ട്. എന്തായാലും ഒരു 100 എപ്പിസോഡ് മുതൽ 600 എപ്പിസോഡ് വരെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയും രജിസ്ട്രേഷനും ഒക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുമുണ്ട്. എൻ്റെ സീരിയൽ ചരിത്രത്തിൽ ഇത്തിരി കൂടുതൽ നല്ല ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്ന ഒരു കഥാപാത്രമാണ് കുടുംബശ്രീ ശാരദയിലെ കൃഷ്ണൻകുട്ടി നായർ അമ്മാവൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സീരിയൽ എന്ന് പറയുന്നത് പിന്നെ ജനാർദ്ദനൻ സാറിൻ്റെ തന്നെ സീരിയലാണ്. പുതുതായി പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടി ചെയ്യുന്ന ജനാർദ്ദനൻ സാർ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു വർക്കുണ്ട്. അതും തുടങ്ങി 23, 25 തുടങ്ങി. 18-ാം തീയതി തുടങ്ങി. പുതിയ ഇതാണ്, കാണിച്ചു തുടങ്ങിയില്ല. അപ്പോൾ അതിനകത്ത് ഞാനൊരു പിന്നെ ക്യാരക്ടർ ചെയ്യുന്നു, ദാസപ്പൻ എന്നൊരു ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് അതിനകത്തും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലൈവിൽ അത് വന്നിട്ട് കാണിക്കുന്നത് പിന്നെ ഇതിലാണ്, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ. അതിൻ്റെ ഡേറ്റും സമയവും ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ സീരിയൽ വിശേഷങ്ങൾ. പിന്നെ മിക്കവാറും അടുത്ത മാസം തന്നെ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റിൽ തന്നെ മമ്മൂട്ടി കമ്പനിയിൽ ഞാൻ അഭിനയിച്ച സിനിമ റിലീസാകാൻ സാധ്യതയുണ്ട്. പേര് ഇതുവരെ ആയിട്ടില്ല. ഞാൻ അതിനകത്തൊരു സീൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും ഒരു സീനാണെങ്കിൽ പോലും അതിത്തിരി കഥയിൽ നല്ല ട്വിസ്റ്റ് വരുന്ന ഒരു സംഭവമാണ്. അത് ഞാനും നമ്മുടെ പിന്നെ പ്രമുഖ നടൻ ശ്രീ വിനായകൻ സാറുമായിട്ടാണ് കോമ്പിനേഷൻ. ഒരു സീൻ കഥയിലെ
നല്ല ട്വിസ്റ്റ് വരുന്ന ഒരു നല്ല ഒരു ക്യാരക്ടറാണ്. പൂജാരി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അത് അടുത്ത മാസം മിക്കവാറും അടുത്ത മാസം തന്നെ അത് റിലീസാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കലാപരമായ വിശേഷങ്ങൾ. പിന്നെ മറ്റൊരു വിശേഷം എന്ന് പറയപ്പെടുന്നത് എൻ്റെ മകൻ്റെ വിശേഷമാണ്. ഇപ്രാവശ്യം പിന്നെ നേരത്തെ തുടങ്ങുന്നു സ്റ്റാർ സിംഗർ. അപ്പം നേരത്തെ സ്റ്റാർ സിംഗർ തുടങ്ങുന്നത് കൊണ്ട് അവനും തിരക്കിൽ ആയി വരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാർ സിംഗറിലൂടെ കേരളവും മലയാളവും മലയാളി സമൂഹവും ലോകവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട എൻ്റെ മകൻ ദിവാകൃഷ്ണയുടെ വിശേഷങ്ങൾ അതാണ്. ഉടൻ തന്നെ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ ആരംഭിക്കും. ഇതൊക്കെയാണ് എൻ്റെ കലാപരമായ വിശേഷങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രേക്ഷകർക്ക്, എൻ്റെ സ്വന്തങ്ങൾക്ക്, എൻ്റെ ബന്ധങ്ങൾക്ക്, എൻ്റെ സൗഹൃദങ്ങൾക്ക് എല്ലാവർക്കും പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. നന്ദി, നമസ്കാരം.